ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മുമ്പ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ എനർജി എങ്ങനെയായിരിക്കും, ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എനർജി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ നമുക്ക് എനർജിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് എനർജിയാണ് നമുക്കുള്ളതല്ലേ, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒരു ഓബ്ജക്റ്റിന്റെ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് നോക്കാം. അതായത് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഓസിലേറ്റിംഗ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദ amount of work done in displacing a particle from equilibrium position to a particular distance x. See, നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇതിപ്പോ ഒരു എന്താണ് സിമ്പിൾ പെൻഡുലമാണ്. ഇത് അതിന്റെ മെയിൻ പൊസിഷനാണ്. ഓക്കെ, ഈ മീൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനുള്ള ഈ പാർട്ടിക്കിളിനെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, എക്സ് ഡിസ്റ്റൻസിലേക്ക് ഇതിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് എക്സ് ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നതിന് ആവശ്യമായ വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ amount of work done in displacing a particle through a particular distance x from its mean position. അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അതിനെ എക്സ് ഡിസ്റ്റൻസ് അകലത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ, ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് അവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് നമുക്കറിയാം റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങനെയാ വരുന്നതെന്ന്. നമുക്കറിയാം ദാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്ന എന്തായിരിക്കും, ടുവേർഡ്സ് ദി മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ടായിരിക്കും റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നമുക്ക് ആ വർക്കിന്, ഇവിടെ ഉണ്ടായ ചെറിയ വർക്കിന് അല്ലെങ്കിൽ ഇവനെ ഈ ഒരു പാർട്ടിക്കിളിന്, ഈ ഒരു ഓബ്ജക്റ്റിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, തൽക്കാലം നമുക്ക് അതിനെ ഡി എക്സ് എന്ന് എടുക്കാം, ഒരു ചെറിയ ഡിസ്റ്റൻസ് ആക്കാം. ഓക്കെ, ചെറിയ ഡിസ്റ്റൻസ് ആയ ഡി എക്സിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നതിന് ആവശ്യമായ വർക്ക് നമുക്ക് കണ്ടുപിടിച്ചിരിക്കാം. അതിനുശേഷം നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. സോ the amount of work done, that is equal to dw. Okay, dw means small work ആണ്. Okay, ഇവിടെ ചെയ്ത ചെറിയ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. The amount of work done dw is equal to minus f into dx. Okay, f കാരണം അറിയാം ഫോഴ്സ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ എഫ് ഫോഴ്സും ഡി എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമ്മളൊരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുത്തത്, അതുകൊണ്ടാണ് ഡി എക്സ് വന്നത്. പിന്നെ മൈനസ് സൈൻ വരാൻ കാര്യം എന്താണ്, ഈ അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി, ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഫോഴ്സിന് നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഇവിടെ ഞാൻ എഴുതി കാണിക്കാം. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം എ, സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. അതായത് ഇവിടെ നമുക്ക് ഇവിടുത്തെ മാസ് അതേപോലെ തന്നെ എഴുതാം. പക്ഷെ ഈ ആക്സിലറേഷന് പകരം, ഇവിടെ കണ്ടോ ആക്സിലറേഷൻ കിടക്കുന്നുണ്ടല്ലോ, ഈ ആക്സിലറേഷന് പകരം നമ്മൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള ഒരു ഓബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ നമ്മൾ വേറെ ഒരു എക്സ്പ്രഷൻ കൂടെ പഠിച്ചിട്ടുണ്ട്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലെ. ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണെന്ന് കരുതുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും, വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കും. ഓക്കെ, ആൻഡ് അതിന്റെ ആക്സിലറേഷൻ എന്തായിരിക്കും, വീണ്ടും ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ആക്സിലറേഷൻ കിട്ടും, ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എടുക്കാം.
സോ നമുക്ക് ഈ ഇക്വേഷനെ നമ്മൾ ഇപ്പോൾ എഴുതിയ മൈനസ് എഫ് ഇൻറ്റു ഡി എക്സ് എന്നുള്ള ഇക്വേഷനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. എഫ് ഇസിക്വൽ ടു എം ആണല്ലോ, അപ്പൊ മൈനസ് എം ഇൻറ്റു എക്ക് വരെ നമുക്ക് എന്ത് എഴുതാം, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ ആണല്ലോ. സോ മൈനസ് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ച വേറെ ഒരു റെപ്രസെന്റേഷൻ കൂടിയുണ്ട്. ആക്സിലറേഷൻ, ഒരു ഓസിലേറ്റിംഗ് പാർട്ടിക്കിളിന്റെ ആക്സിലറേഷന് നമ്മൾ മറ്റൊരു ഡെഫിനേഷൻ കൂടെ അല്ലെങ്കിൽ ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ഇങ്ങനെ ഒരു ഡെഫിനേഷൻ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട് ആൽഫയ്ക്ക്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ കൂടെ ഉണ്ട്, ഇക്വേഷൻ കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളുടെ ഡി ഒമേഗ ഇവിടെ, സോറി ഡി ഡബ്ല്യു ഇവിടെ ഉണ്ട് അല്ലെ. സോ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഇൻറ്റു ഡി എക്സ്. ഈസി അല്ലേ? നോക്കി ഇവിടെ രണ്ട് മൈനസ് സൈൻ ഉണ്ട്, മൈനസ് എം ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ്. മൈനസ് മൈനസ് കൊണ്ട് ക്യാൻസൽ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടി. ഓക്കെ, സോ ഇവിടെ നടന്ന സ്മോൾ വർക്കിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. എം ഒമേഗ സ്ക്വയർ എക്സ് ഡി എക്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മളുടെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് മാറ്റി നമുക്കിവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് എക്സ് നമുക്ക് എടുക്കാം. നമ്മുടെ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡി എക്സ് ആണെങ്കിൽ എടുക്കുന്നത് നമ്മുടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് എക്സ് ആണ്. ഓക്കെ, അതായത് ഇതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനായ സീറോയിൽ നിന്നും അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ നമുക്കിവിടെ ചെറിയ വർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ടോട്ടൽ വർക്ക് ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ഈ ചെറിയ വർക്കിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ വർക്കായ W കിട്ടും. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദി ടോട്ടൽ വർക്ക് W. ഓക്കെ, ടോട്ടൽ വർക്ക് W is equal to ഇന്റഗ്രൽ ഓഫ് DW. ഇപ്പൊ കിട്ടിയ DW നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഇതിന്റെ ലിമിറ്റ് എവിടെ നിന്ന് എവിടെ വരെയാണ്, 0 to x. ഇതിനെ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 മുതൽ x വരെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 to x ഇതിന്റെ ലിമിറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, then what is the value of DW? DW is equal to m omega square x dx. ഓക്കെ, എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് ഇടാം. സോ നമുക്ക് എന്ത് കിട്ടി, എം ഒമേഗ സ്ക്വയർ ഇന്റഗ്രൽ 0 to x x dx ഉണ്ട് അല്ലേ. ഓക്കെ, ഓക്കെ, x dx. yes, ഓക്കെ. നോക്കൂ, നമുക്ക് കിട്ടിയത് എം ഒമേഗ സ്ക്വയർ ഇന്റഗ്രൽ 0 to x x dx ആണ്. ഇന്റഗ്രൽ x dx ന്റെ ഇന്റഗ്രൽ നമുക്ക് ചെയ്യുമ്പോൾ വാല്യൂ അറിയാലോ. അപ്പൊ നമുക്ക് എന്ത് വരും, എം ഒമേഗ സ്ക്വയർ ഇന്റഗ്രൽ x dx is equal to x square by 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും 0 to x ആയതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ വരത്തുള്ളൂ, x തന്നെ വരത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാം, ഈ 2നെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ, ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി നിങ്ങൾക്ക് ഈ ഇന്റഗ്രേഷൻ അറിയാമെന്ന് കരുതുന്നു. നമുക്ക് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. എം ഒമേഗ സ്ക്വയർ നമുക്ക് ഇവിടുത്തെ ഇന്റഗ്രല് എക്സ് സ്ക്വയർ ബൈ 2 ആന്ന് പറഞ്ഞു. അത് നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ 0 to x അല്ലേ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഈ എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. അപ്പൊ എന്താ, എം ഒമേഗ സ്ക്വയർ അപ്പർ ലിമിറ്റ് എക്സ് സ്ക്വയർ മൈനസ് ലോവർ ബൈ 2 കൂടെ ഉണ്ട് കേട്ടോ. ലോവർ ലിമിറ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് എന്തായിട്ട് മാറും, എക്സിന് വരെ 0 കൊടുക്കാം. ഈ ഫുൾ സെക്കൻഡ് ടൈം കംപ്ലീറ്റ് 0 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 തന്നെ കിട്ടുന്നത്.
സോ നമുക്ക് ഇപ്പൊ കിട്ടിയതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ W ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി particle. This is the potential. The potential energy can be represented by the letter U. So the potential energy U is equal to the total work done W. That is equal to half m omega square x square. Okay. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി ഇതിന്റെ കൂട്ടത്തിൽ ഒരു ടൈപ്പ് ഓഫ് എനർജി കൂടെ പഠിക്കാനുണ്ട്. അതാണ് നമുക്ക് നമ്മുടെ കൈനറ്റിക് എനർജി. നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് പഠിച്ചത്. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കൂടെ നോക്കാം. യെസ്, ഒരു നമ്മൾ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് മോഷനിലാന്ന് പറഞ്ഞു. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിന്റെ വെലോസിറ്റി നമുക്ക് v ആയിട്ട് എടുക്കാം. ഇഫ് v ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്, അവിടെയുള്ള പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ x എന്നും കൂടെ എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കൈനറ്റിക് എനർജിക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പിള് capital T ആണ്. So capital T is the kinetic energy of the particle and the equation of kinetic energy Ke is equal to half mv square. നിങ്ങൾക്ക് അറിയാമല്ലോ ഇക്വേഷൻ ഇതാണ്, ഹാഫ് mv സ്ക്വയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്സിലറേഷന്റെ കാര്യം ആൽഫയൊക്കെ പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് നേരത്തെ അറിയാമെന്നാണ് എന്റെ വിചാരം. സോ അതിന്റെ നമുക്ക് വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് എഴുതാം. v is equal to omega into root of a square minus x square. സോ ഇതാണ് നമ്മളുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. നമുക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സി ഹാഫ് എം വി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഒമേഗ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് വരും ഇല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ പുറത്തായതുകൊണ്ട് ഒമേഗ സ്ക്വയർ, റൂട്ടിന്റെ സ്ക്വയർ മാറിയപ്പോഴത്തേക്ക് റൂട്ട് പോയി. സോ എന്ത് കിട്ടി നമുക്ക് ബ്രാക്കറ്റിനകത്ത് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ നമുക്ക് ഇപ്പൊ കിട്ടിയത് ടി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ. ഇതാണ് നമ്മളുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പാർട്ടിക്കിൾ. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കും. ഓക്കെ, so we have to find the total energy of the particle. Total energy is equal to kinetic energy potential energy U plus kinetic energy T, or T plus U or U plus T. Okay, whatever. അപ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജി എന്തായിരുന്നു അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? നമ്മൾ പഠിച്ചത് എന്താണ്? ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ, half m omega square x square plus potential energy, kinetic energy എന്തായിരുന്നു? half m omega half m omega square into a square minus x square. Okay, നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം അത് എനിക്ക് തോന്നുന്നു അത് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടെ റീറൈറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് റീറൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഹാഫ് m omega square into a square minus x square. ഓക്കെ, ഈ സ്റ്റെപ്പിൽ നമുക്ക് റിവറേറ്റ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പിൽ m omega square നമുക്ക് അകത്തേക്ക് കൊടുക്കാം അല്ലെ, ബ്രാക്കറ്റിനകത്തേക്ക് കിട്ടാം. അപ്പൊ നമുക്ക് എന്ത് വരും? ഹാഫ് m omega square x square പ്ലസ് ഹാഫ് m omega square a square മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറും ഒരു മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? അങ്ങ് കട്ട് ചെയ്യാം. സോ നമുക്ക് ബാലൻസ് നമുക്ക് എന്താ ഉള്ളത്? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. സോ
So this is the total energy of the particle executing simple harmonic motion. അപ്പോൾ ഈ നമ്മൾ ടോട്ടൽ എനർജിക്ക് ഈ ഇക്വേഷൻ കിട്ടിയെങ്കിലും ഒരു ഓബ്ജക്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ത്രൂ ഔട്ട് ദി മോഷൻ the total energy of a particle which is executing simple harmonic motion is a constant. പക്ഷേ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്കും കൈനറ്റിക് എനർജിക്കും കാര്യമായ വ്യത്യാസം വരും. പൊട്ടൻഷ്യൽ എനർജി കൂടുവാണെങ്കിൽ കൈനറ്റിക് എനർജി കുറയും. പക്ഷേ ഇതിന്റെ എന്താ പറയുക, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു.